നമസ്കാരം. നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയാം, വാർദ്ധക്യ സഹജമായിട്ടുള്ള ആരോഗ്യ സൗന്ദര്യ മാനസിക പ്രശ്നങ്ങളൊക്കെ തടയിടാനായിട്ട് ഒരു ഉറ്റ ചങ്ങാതി ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? എന്നാൽ അങ്ങനെ ഒരാളുണ്ട്. ആയുർവേദത്തിലെ അതിവിശേഷപ്പെട്ട ഒരു കൂട്ടാണ്. മഹർഷി ചവനന്റെ വാർദ്ധക്യം കുറിച്ച് ആരോഗ്യവും ബലവും വീണ്ടെടുക്കാൻ അശ്വിനി ദേവന്മാർ തയ്യാറാക്കിയ ഒരു യോഗമാണിത്. ഇപ്പൊ കാര്യം പിടികിട്ടിയില്ലേ ഏതാണെന്നുള്ളത്? ശരിയാണ്, ചവനപ്രാശം എന്നുള്ളത്. ഇത് ഒരു രസായന കൂട്ടാണ്. വൃദ്ധന്മാർ മുതൽ ബാലന്മാർക്ക് വരെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണ്. എന്നാൽ ഇത് ശരിയായിട്ടുള്ള രീതിയിൽ മാത്രം ഉപയോഗിച്ചാലേ ഇതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. അതുപോലെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നതിന് പുറമെ ഇത് മുടി കൊഴിച്ചിലൊക്കെ അമിതമായിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ഇട്ടതുപോലെ ഈ ഒരു പ്രശ്നത്തെയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഒരു പ്രത്യേക കൂട്ടുണ്ട്. ഈ ചവനപ്രാശത്തിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് കഴിച്ചാൽ വളരെ ഗുണകരമാണ്. അതെന്താണെന്നൊക്കെ അറിയാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ദേജി. ഏത് ചവനപ്രാശം നാമരസായനം ശ്രേഷ്ഠം? മറ്റെല്ലാ രസായനക്കൂട്ടുകളിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നിൽക്കുന്നത് ചവനപ്രാശം തന്നെയാണ്. കാസശ്വാസ ഹരശ്ചൈവ വിശേഷേണ പതിശ്യതേ ക്ഷീണക്ഷതാനാം വൃദ്ധാനാം ബാലാനാം ശാങ്കിവർദ്ധനം. ഏത് ക്ഷീണമുള്ള ആളുകളായാലും അതുപോലെ ബാലന്മാർക്കും വളരെ വൃദ്ധനായിട്ടുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് മുടിയൊക്കെ നരച്ചു പോകുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരീരത്തിൻ്റെ കാന്തി വർദ്ധിപ്പിക്കാനായിട്ട് എന്ന് വേണ്ട നമുക്ക് കാസക്ഷയങ്ങളിലൊക്കെ തന്നെ ചുമ, ജലദോഷം, കഫക്കെട്ട്, ആസ്മ രോഗികളാണെങ്കിൽ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മാറ്റാൻ നല്ലതാണ്. ശ്രീഷു പ്രഹർഷം പരമാഗ്നി ബുദ്ധി വർണ്ണപ്രസാദം പവനാനുലോമ്യം എന്നുള്ളത് ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ബുദ്ധിശക്തി, ഓർമ്മശക്തി, ശരീരകാന്തി, ആരോഗ്യം, ബലം, ഇന്ദ്രിയശക്തി, ദഹനശക്തി, ത്വക്കിൻ്റെ കാന്തി അല്ലെങ്കിൽ വാദത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗതി, ഇവയ്ക്കൊക്കെ പിന്തുണ നൽകുന്ന വളരെ നല്ല ഒരു ഔഷധക്കൂട്ട് തന്നെയാണ് ഇത്. ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളും അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ നല്ലതാണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ശക്തിക്കും മോണയുടെ ആരോഗ്യത്തിനും അതുപോലെ മൊത്തത്തിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ സഹായകരമായിട്ടുള്ളതാണ്. എന്നാൽ ഇത് ശരിയായിട്ട് കഴിക്കേണ്ട രീതിയുണ്ട്. ഓരില, മൂവില, ചെറുവഴുതിന, വെൺവഴുതിന, ഞെരിഞ്ഞില്, കൂവളം, കുമിള്, പയ്യാഴാന്ത, പാതിരി, മുഞ്ഞ, മുത്തങ്ങ, ശതാവരി, നെല്ലിക്ക തുടങ്ങിയ ഈ കഷായ ഔഷധങ്ങളും അതുപോലെ തേൻ, ചന്ദനം, നല്ലെണ്ണ, നെയ്യ്, കൂവനൂറ് തുടങ്ങിയ 80ഓളം മറ്റുള്ള ഔഷധങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഔഷധ കൂട്ട് തന്നെയാണിത്. ഇത് ഈ ചവനപ്രാശത്തിന് ഒരു ചെറിയ കയ്പുള്ളതിൻ്റെ കാരണം തന്നെ നെല്ലിക്കയാണ്. പ്രധാന ചേരുവ നെല്ലിക്കയാണ്. ഇത് ആരോഗ്യത്തിനൊപ്പം നമ്മുടെ ചർമ്മത്തിന് ഏറെ ഗുണം നൽകുന്ന അകാലനര പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും മുടിയുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ദിവസവും നമ്മൾ കിടക്കുന്നതിന് മുൻപ് ഒരു സ്പൂൺ ചവനപ്രാശം കഴിക്കുന്നത് ആരോഗ്യവും ചെറുപ്പവും ഒരുപോലെ നൽകുന്ന ഒന്നാണ്. ഇതിനൊപ്പം ഒരു ഗ്ലാസ് പാല് കുടിക്കണം, എന്നാലേ ലേഹ്യത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഗുണം ലഭിക്കുള്ളൂ എന്ന് വേണം പറയാൻ. ദിവസവും ഒരു ടീസ്പൂൺ ചവനപ്രാശം ഒപ്പം ഒരു ഗ്ലാസ് ഇളം ചൂടുപാലും കുടിക്കാവുന്നതാണ്. ഇത് എല്ലിൻ്റെ ആരോഗ്യത്തിനു കൂടെ ഏറെ നല്ലതാണ്. നെല്ലിക്ക പോലുള്ള ചവനപ്രാശത്തിൻ്റെ ചേരുവയിൽ ധാരാളം കാൽസ്യം ഒക്കെ ഉണ്ട്. ഇതുപോലും കാൽസ്യത്താൽ സമ്പുഷ്ടമായിട്ടുള്ളതാണ്. ഇവയെല്ലാം എല്ലിൻ്റെ ആരോഗ്യത്തിനും കൂടെ നല്ലതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു ടീസ്പൂണ്, മുതിർന്നവർക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഈ രീതിയിൽ കഴിക്കാൻ ദിവസത്തിൽ 2 നേരമായിട്ട് കഴിക്കാം. ഒന്ന് വെറും വയറിൽ രാവിലെ കഴിക്കാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ദഹനശക്തി നോക്കിയിട്ട് ഇതിന് വ്യത്യാസം വരാറുണ്ട്. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷവും കഴിക്കാം. അതിന് കൂടെ ചൂടുവെള്ളമായാലും കുടിച്ചാൽ മതി. നല്ലത് പാല് കുടിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. രാത്രിയാണെങ്കിൽ ഭക്ഷണത്തിന് ശേഷം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർ വയറ് നിറയെ ഉണ്ട് കഴിഞ്ഞിട്ട് അതിനുശേഷം ഒരു സ്പൂൺ ചവനപ്രാശവും 1 ഗ്ലാസ് പാലും എല്ലാം കൂടെ കുഴിച്ച് പിന്നീട് അത് ദഹന പ്രശ്നമായിട്ട് വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം പിടികിട്ടിയില്ലേ എന്താണെന്നുള്ള? മരുന്നിൻ്റെ പ്രശ്നം കൊണ്ടല്ല, ഈ നമ്മൾ കഴിച്ച ഫുഡൊന്ന് ദഹിക്കാൻ തന്നെ ഒരു 2 മണിക്കൂർ എടുക്കും. അതിനാണ് ഡിന്നർ നേരത്തെ കഴിക്കണം എന്ന് പറയുന്നത്. കഴിച്ച് അതൊന്ന് ദഹിച്ചതിന് ശേഷം 1 സ്പൂൺ ചവനപ്രാശോ പാലോ കുടിച്ചു എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. ശരീരത്തിന് പ്രതിരോധശേഷി ലഭിക്കാനുള്ള നല്ലൊരു വഴി കൂടിയാണ് ഈ ചവനപ്രാശവും പാലും. ചവനപ്രാശത്തിലെ വൈറ്റമിൻ സി ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്. പാലും ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന ഒന്നാണ്. നെല്ലിക്ക വൈറ്റമിൻ സിയുടെ പ്രധാന ഉറവിടമായതുകൊണ്ട് തന്നെ അലർജി, ആസ്മ പ്രശ്നങ്ങൾക്ക് ഒരു സിദ്ധ ഔഷധമായിട്ടാണ് പറയുന്നത്. ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഈ ഒരു പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കും. നമുക്ക് ചുമ,
കഫക്കെട്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഇപ്പോഴുള്ള മഴക്കാലത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, പനിയും ജലദോഷവും കഫക്കെട്ടൊക്കെ, അതൊക്കെ മാറ്റാൻ നല്ലതാണ്. പിന്നെ ബ്രെയിനിൻ്റെ ഒരു നല്ലൊരു എനർജി തരുന്ന ഒന്ന് തന്നെയാണ്, തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ഇത്. ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും സഹായിക്കുന്ന ഒന്നാണ്. കുട്ടികളുടെ പഠനപരമായ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും നല്ലൊരു വഴിയാണ്. അതുപോലെ മറവി പെട്ടെന്ന് വരാതിരിക്കാനും ചവനപ്രാശം ദഹനേന്ദ്രിയ ആരോഗ്യത്തിനും ഏറെ ഉത്തമമാണ്. ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം, മനംപുരട്ടൽ, വയറിളക്കം തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പ്രതിവിധിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ അയൺ സ്വാഭാവികമായിട്ടും കുറയുന്നത് പലരും കാണുന്നതാണ്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. ഒരു മെൻസസ് ഉള്ള സ്ത്രീകളാണെങ്കിലും മെനോപോസിനോട് അടുത്തവരാണെങ്കിലും ഒക്കെ ഈ പ്രശ്നം കാണാം, വളർന്നു വരുന്ന കുട്ടികളിലും ഒക്കെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കുറയ്ക്കാനായിട്ട് മറ്റുള്ള മരുന്നുകളെയെല്ലാം ആശ്രയിക്കുന്നതിന് പകരം നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നതിന് തന്നെ ഒരു പ്രത്യേക രീതിയുണ്ട്. ഒരു 100 ദിവസമെങ്കിലും നമ്മളിത് ജീവിതകാലം മുഴുവൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പലപ്പോഴും ഇത് പറയുമ്പം തടി കൂടില്ലേ, കൊളസ്ട്രോൾ കൂടില്ലേ, ഇതിൽ നെയ്യില്ലേ, ഇങ്ങനെ പല ചോദ്യങ്ങളും വരാറുണ്ട്. വളരെ മിതമായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് നോക്കുന്ന ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ ഈ ഒരു ചവനപ്രാശം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്, ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളുണ്ട് എന്ന് വേണം പറയാൻ. ഒട്ടും പ്രായമാവില്ല എന്നുള്ളതൊന്നുമല്ല, പക്ഷേ എങ്കിലും നേരത്തെ വരുന്ന വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സൗന്ദര്യ പ്രശ്നങ്ങൾക്കും നല്ലൊരു ഉത്തമമായിട്ടുള്ള പരിഹാര മാർഗമാണ് ഇതെന്ന് വേണം പറയാൻ. അപ്പോൾ ഒരു 100 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ ഇതിൻ്റെ ഗുണം കാണാൻ പറ്റൂ. കൃത്യമായ അളവിൽ, അമിതം നല്ലതല്ലേ എന്നോർത്ത് അമിതമായിട്ട് കഴിക്കരുത്. ഇതിലൊരു അയൺ സിറപ്പിൻ്റെ ഗുണം നൽകുന്ന ഒന്നാണിത്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ചെറുപ്പം നിലനിർത്താനും ചുളിവുകളൊന്നും അകറ്റാനും ചർമ്മത്തിന് ഒരു രക്തത്തുടിപ്പ് ഉണ്ടാവാനും ചർമ്മം അയഞ്ഞു തൂങ്ങുന്നതൊക്കെ തടയാനും ഫലപ്രദമായിട്ടുള്ളതാണ്. നല്ല തിളക്കമുള്ള ചർമ്മം ലഭിക്കാനും ആരോഗ്യകരമായിട്ടുള്ള തൂക്കം കൂട്ടാനും നല്ലതാണ്. അമിതവണ്ണമല്ല, ആരോഗ്യകരമായൊരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഇത് നെല്ലിക്കയ്ക്ക് പുറമെ ഞാൻ പറഞ്ഞ ഒരുപാടേറെ മരുന്നുകളൊക്കെ ചേർത്തിട്ടാണല്ലോ തയ്യാറാക്കുന്നത്. അതിന് പുറമെ നമ്മൾ കുറുന്തോട്ടി വേരും മുത്തങ്ങ തുടങ്ങിയ വിവിധ മരുന്നുകൾ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു കഷായം തന്നെയുണ്ട്. അത് ശർക്കര അലിയിച്ച് പിന്നീട് നമ്മൾ കഷായം അരിച്ചെടുത്ത് ഇതിൽ ഇപ്രകാരം അരിച്ചെടുത്ത കഷായം വീണ്ടും കുറുക്കി നൂൽപാകമാകുമ്പോൾ കൂവ, തിപ്പരി, ഏലത്തരി ഇവയുടെയൊക്കെ ചൂർണം ചേർത്ത് യോജിപ്പിച്ച് അതോടൊപ്പം തന്നെ വേവിച്ച് കുരുകളഞ്ഞ എണ്ണയും നെയ്യും ചേർത്ത് വറുത്തരച്ച നെല്ലിക്കയൊക്കെ ചേർത്ത് ചൂടാറി കഴിഞ്ഞാൽ അനുപാതികമായിട്ട് തേനും ചേർത്ത് ഇളക്കി, ഇങ്ങനെയാണ് നമ്മൾ ചവനപ്രാശം സാധാരണയായിട്ട് നിർമ്മിക്കുന്നത്. അപ്പം ഇതിൽ തന്നെ നമ്മൾ ഈ ചവനപ്രാശം എന്ന് വേണ്ട ഏത് രസായനമായാലും അതിൻ്റെ ഒരു സിദ്ധ ലക്ഷണമുണ്ട്. കറക്റ്റായിട്ടുള്ള നല്ല രസായന കൂട്ടാണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ട്. പലർക്കും ഏത് ബ്രാൻഡ് വാങ്ങണമെന്നുണ്ടാവും. എല്ലാ ചവനപ്രാശവും ഒരേ മെത്തേഡിലല്ല ഉണ്ടാക്കുന്നത്. അപ്പം എനിക്ക് ഓക്കെ എന്ന് തോന്നിയിട്ടുള്ള ഒരു 3-4 ബ്രാൻഡ് ഞാനിവിടെ പറയാം. വൈദ്യരത്നം അല്ലെങ്കിൽ AVP കോയമ്പത്തൂർ ഫാർമസിയുടെ, അതുപോലെ കോട്ടക്കലിൻ്റെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മറ്റൊന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ വളരെ സ്വാദിഷ്ടമായിട്ട് കഴിക്കാനൊക്കെ നല്ല ഒരെണ്ണം എന്ന് പറയുന്നത് ശ്രീധരീയത്തിൻ്റെ ഉപയോഗിക്കാം. വയസ്സുമൊക്കെ തന്നെ വളരെ നല്ലൊരു സൂപ്പർ ഫുഡായിട്ട് ഇറക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അവലേഹ സിദ്ധ ലക്ഷണാസ് ഉണ്ട്, അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതല്ലേ. ഒരു ലേഹ്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ 2 വിരലിന് നടുക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പതിയുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ പതിയുന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റാണ്, അതിൻ്റെ ലക്ഷണം കറക്റ്റായിട്ടുള്ള പാകം എത്തിയിട്ടുള്ളതാണ് എന്ന് വേണം പറയാം. പിന്നെ അതുപോലെ കൈ ഇതുപോലെ ഒന്ന് വിടുവിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു നൂൽ പാകത്തിൽ ഒരു ത്രെഡ് കൺസിസ്റ്റൻസിയിൽ വരും. അപ്പോൾ ഈ നൂൽപാകം ഓക്കെയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇത്തിരി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞു പീസ് വെള്ളത്തിന് താഴേക്ക് മുങ്ങിപ്പോകുന്ന രീതിയിലുണ്ടാവും. അപ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റാൻ ഒരുപാട് മരുന്നിൻ്റെയും ബാക്കിയുള്ള സൂപ്പർ ഫുഡുകളുടെയും കൂടെയൊന്നും പോകേണ്ടതില്ല. മിതമായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും കൂടെ കൂട്ടാൻ പറ്റുന്ന ഒന്നാണ്. ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കും ഇത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഒരു നന്നായിട്ട് മുടി കൊഴിച്ചിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്താണെന്നുള്ളത്, അത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചവനപ്രാശം നിങ്ങൾ കഴിക്കാൻ പറഞ്ഞ രീതിയിൽ തന്നെ കഴിക്കുക. അതിന് കൂടെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 25 ml ദ്രാക്ഷാരിഷ്ടവും ലോഹാസവും കൂടെ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ടോട്ടൽ 25 ml എടുക്കുക. എന്നിട്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് കാണാൻ പറ്റും. കുറച്ച് ഒരിഷ്ടമായ ഒരുപാട് നാളൊന്നും ഉപയോഗിക്കേണ്ടതില്ല. ഈ പറഞ്ഞ പോലെ ഒരു 2 മാസമൊക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ല മാറ്റം വരും. അപ്പോൾ ഇത് വളരെ ഗുണകരമായിട്ടുള്ളൊരു
റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടുന്നതായിരിക്കും. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ അലട്ടുന്ന ഒത്തിരി പേരുണ്ട്. നമുക്ക് ജോയിൻറ്റുകൾ വരുന്ന ബുദ്ധിമുട്ടും ഇതിനൊന്നും നേരിട്ടൊരു പ്രതിവിധി അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു മെഡിസിനായിട്ട് ഇതിനെ പറയുന്നില്ലെങ്കിലും നമ്മുടെ ബോഡിയിൽ മൊത്തത്തിൽ ഇൻഫ്ലമേഷനെയൊക്കെ കുറയ്ക്കാനും ഇതുപോലുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒക്കെ തന്നെ നല്ലൊരു പരിഹാര മാർഗ്ഗമായിട്ട് നിങ്ങൾക്ക് ഈ ചുവനപ്രാശത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ ഉപയോഗിക്കാനും കൂടെ ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.